ഓക്കെ. നമസ്കാരം വിഷ്ണു. നമസ്കാരം അഭിലാഷ്. വിഷ്ണു, നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങള് അതിന്റെ യൂട്യൂബിൽ നമ്മളിത് ഇട്ടപ്പം അതിന്റെ താഴെ കുറെ കമന്റുകളിലൊക്കെ ചില വിഷയങ്ങളിൽ കുറെ സംശയങ്ങളും ചിലതിൽ കുറെ വിമർശനങ്ങളും പിന്നെ കുറെ ക്ലാരിറ്റി കൂടുതൽ വേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ എക്സ്പെർട്ടുകളെ പറ്റിയിട്ടുള്ളതായിരുന്നു. ഈ എക്സ്പെർട്ടുകളുടെ അഭിപ്രായത്തെ പറ്റിയിട്ടും നമ്മൾ എക്സ്പെർട്ടുകളുടെ അഭിപ്രായം എടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങളും അതിനോട് അനുബന്ധിച്ച് ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന വിഷയങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ എക്സ്പെർട്ടുകളുടെ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ വിഷ്ണുവിന് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത് ഒരു കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് പറഞ്ഞത് കൊണ്ട് ആണ് ഒരു കാര്യം ശരി എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. അത് അപ്പീൽ ടു അതോറിറ്റി എന്നുള്ള ഒരു ഫാലസി ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞ സമയത്ത് ഒരുപാട് പേർക്ക് പല കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. സാധാരണ അപ്പീൽ ടു അതോറിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു എക്സ്പേർട്ട് അല്ലാത്ത ഒരു വിഷയത്തിൽ മറ്റൊരു വിഷയത്തിലുള്ള എക്സ്പേർട്സ് വേറൊരു വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോഴാണ് അതിനെ അപ്പീൽ ടു അതോറിറ്റി ആയിട്ട് നമ്മൾ സാധാരണ കണക്കാക്കുന്നത്. അതേ വിഷയത്തിലുള്ള ഒരു എക്സ്പേർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റി അല്ല എന്ന് കുറെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. പക്ഷേ ആ ഒരു ആർഗ്യുമെന്റിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഒരു അപ്പീൽ ടു അതോറിറ്റി ബേസിക്കലി പറയുന്നത് ഒരു കാര്യം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഇന്ന അതോറിറ്റി പറഞ്ഞു അതുകൊണ്ട് ഈ കാര്യം ശരിയാണ് അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ബേസിക്കലി അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ എവിഡൻസ് നമ്മുടെ വാദത്തിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ വാദത്തിന് എന്തുകൊണ്ടാണ് ആ വാദം ശരിയാവുന്നതെന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ ആ വാദത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് പകരം നമ്മളൊരു അതോറിറ്റീനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ശരിയാണെന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം. കാരണം നമ്മുടെ വാദം എപ്പോഴും നമ്മൾ ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടത് ആ വാദത്തിൻ്റെതായുള്ള ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വാദത്തിന്റെ കഴിവുകൊണ്ടായിരിക്കണം നമ്മൾ ആ വാദം ശരിയാണെന്ന് പറയുന്നത്. അതിന് പകരം ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, അത് എത്ര വലിയ അതോറിറ്റി ആയാലും അല്ലെങ്കിൽ നമുക്ക് എത്ര വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ പോലും ആ ഒരാൾ പറഞ്ഞു എന്നുള്ള കാരണമാണ് നമ്മൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഫാലസി ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഫാലസി ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുന്നത് എക്സ്പേർട്ട് ശരിയായ എക്സ്പേർട്ട് ആണോ അല്ലെങ്കിൽ തെറ്റായ എക്സ്പേർട്ട് ആണോ എന്ന് നോക്കിയിട്ടല്ല. അതിന് പകരം നമ്മൾ ആ ആർഗ്യുമെന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാരണം അത് എക്സ്പേർട്ട് പറഞ്ഞു എന്നുള്ളതാണോ അതോ ആ കാരണത്തിന്റെ മെറിറ്റ് ആണോ നോക്കുന്നത്. അതാണ് നമ്മൾ അവിടെ ബേസിക്കലി അതിനെ ഫാലസി ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ട കാര്യം. അപ്പം ഏതെങ്കിലും ഒരാൾ ഇന്ന എക്സ്പേർട്ട് പറഞ്ഞത് കൊണ്ടാണ് ഒരു കാര്യം ശരി, അല്ലെങ്കിൽ വേറൊരു കാര്യം ഇന്ന എക്സ്പേർട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു അക്കാഡമിക്സിലുള്ള മെയിൻ ആയിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ നമുക്ക് വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകൾ ആരും ഈ വാദം പറയുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു വാദത്തിന് തള്ളുകയോ അല്ലെങ്കിൽ ഇന്ന വാദം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സ് പറയുന്നു എന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഫാലസിയാണ്. അതിന് ബേസിക്കലി ആക്ച്വലി അതൊരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്, അതിന് ജനറ്റിക് ഫാലസി എന്നാണ് പറയുക. ജനറ്റിക് ഫാലസി എന്ന് പറയുമ്പോൾ ഒരു ആർഗ്യുമെന്റിന് അതിന്റെ മെറിറ്റിൽ കാണുന്നതിന് പകരം ആര് ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ആ മെറിറ്റിൽ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഒരു അതോറിറ്റി പറഞ്ഞുണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ക്രെഡൻഷ്യൽ തെറ്റാണ് അതുകൊണ്ട് അത് റിജക്ട് ചെയ്യാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയുന്നതിനാണ് ജനറ്റിക് ഫാലസി എന്ന് പറയുന്നത്. ആ ജനറ്റിക് ഫാലസിന്റെ ഉള്ളിൽ വരുന്ന ഒരു സബ് ഫാലസിയാണ് അപ്പീൽ ടു അതോറിറ്റി. നമ്മൾ അഡ്ഹോമിനം അല്ലെങ്കിൽ ഗിൽറ്റ് ബൈ അസോസിയേഷൻ ഇതൊക്കെ ഈ ജനറ്റിക് ഫാലസിന്റെ ഓരോ ഫോംസ് ആണ്. അപ്പൊ ബേസിക്കലി നമ്മൾ പറയുന്നത് ഒരു ആർഗ്യുമെന്റ് ശരിയാണെന്ന് നമ്മൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെറിറ്റിൽ തന്നെ ആയിരിക്കണം സ്ഥാപിക്കേണ്ടത്. അല്ലാതെ വേറെ ഒരാൾ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മോശം വ്യക്തി പറഞ്ഞത് കൊണ്ട് അത് തെറ്റാണ് അങ്ങനെയുള്ള ഒരു കാരണം നമ്മൾ പറയാൻ പാടില്ല. അതിന് പകരം അതിന്റെ മെറിറ്റ് സ്ഥാപിക്കണം. ഇതാണ് ബേസിക്കലി അപ്പീൽ ടു അതോറിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ അപ്പീൽ ടു അതോറിറ്റിയുടെ കാര്യത്തിൽ കൂട്ടത്തിൽ വിഷ്ണു പറഞ്ഞ രണ്ട് ഫാലസിയും കൂടെ ഉണ്ടല്ലോ, ഈ അഡ്ഹോമിനും അതേപോലെ ഗിൽറ്റ് ബൈ അസോസിയേഷനും. ഈ അപ്പീൽ ടു അതോറിറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാർ മറ്റേ രണ്ട് ഫാലസികളും കൂടെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ബേസിക്കലി അവരെപ്പോഴും ശ്രമിക്കുന്ന കാര്യം അത് ഒന്നുകിൽ തങ്ങളുടെ എതിരഭിപ്രായമുള്ള ആൾക്കാർക്ക് അവരുടെ മറ്റു കുറ്റങ്ങളും അല്ലെങ്കിൽ അവർ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വാദത്തിനെ തള്ളിക്കളയാം. അതേപോലെ അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ അറ്റാക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന വ്യക്തി പറഞ്ഞു എന്നുള്ള പേരിലേക്ക് പോകും. അപ്പൊ ഇത് മൂന്നും ഏകദേശം ഒരേ കാര്യമാണ് അവർ ശ്രമിക്കുന്നത്. അതായത് വിഷയത്തിനെ മാറ്റി ആര് പറഞ്ഞു എന്നതിലേക്ക് പോകുന്നു.
അതെ, ബേസിക്കലി വിഷയത്തിനെ അതിന്റെ മെറിറ്റിൽ അഡ്രസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഈ ഏത് ഫാലസി ആയാലും, അതിപ്പോ അഡ്ഹോമിനോ ആയാലും അപ്പീൽ അതോറിറ്റി ആയാലും ഒക്കെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിഷയത്തിന് അതിന്റെ മെറിറ്റിൽ സമീപിക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് മാറ്റിയിട്ട് ഡയറക്ഷൻ മാറ്റിയിട്ട് വേറെ ഏതിലേക്കെങ്കിലും പോവുക. അയാളുടെ ക്യാരക്ടർ മോശമാണ്, അല്ലെങ്കിൽ അയാള് ഒരു എക്സ്പേർട്ട് അല്ല, ശരിയായ എക്സ്പേർട്ടിനല്ല എടുക്കുന്നത്, അതൊക്കെ പറഞ്ഞത് ബേസിക്കലി വിഷയത്തിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ഈ ആർഗ്യുമെന്റ് ബേസിക് ആയിട്ടുള്ള പ്രിമൈസ്. അപ്പീൽറ്റ് അതോറിറ്റി ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എക്സ്പേർട്സ് എന്ന് പറയുന്നത് അവര് ശരിയാവാനുള്ള സാധ്യത കൂടുതലല്ലേ, അപ്പം ആ പ്രോബബിലിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് അവരെ എടുക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഈ വാദത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആരാണ് എക്സ്പേർട്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അത് നമുക്ക് വേണമെങ്കിൽ അക്കാഡമിക് കോൺസെൻസസ് ഉള്ള കാര്യങ്ങള് മൊത്തം അത് അക്കാഡമിക് കൺസെൻസസ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവർ എക്സ്പെർട്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ എന്നാലും അക്കാഡമിക് കൺസെൻസസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് പൊളിറ്റിക്സ് ഇൻവോൾവ് ആവുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ വിഷയങ്ങളിലൊക്കെ ഈ അക്കാഡമിക് കൺസെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെ എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ ബയാസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടേതായ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അപ്പം നമ്മുടെ ബയാസും വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ വിഷയമാകുമ്പോൾ ഇത് കുറച്ചുകൂടി കൂടുതൽ മാഗ്നിഫൈഡ് ആയിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പം ഒരു അക്കാഡമിക് വിഷയമാകുമ്പോൾ, പ്രത്യേകിച്ച് സർക്കാരിനെ കുറിച്ച് പറയുന്ന വിഷയങ്ങളാകുമ്പോൾ അതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന്റെ കയ്യിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള അക്കാഡമിക്സിനും ഫണ്ടിങ് വരിക. അപ്പം സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഫണ്ടിങ് വാങ്ങിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പറയാന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ കുറച്ച് ആളുകൾക്ക് അതിനെതിരെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആളുകൾക്ക് അക്കാഡമിഷ്യൻസിന് കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കുന്നത് എന്താണ്, കൂടുതൽ ഫണ്ടിങ് സർക്കാർ തരുമ്പോൾ സർക്കാരിന് അനുകൂലമായിട്ട് പറയാന്നുള്ളത് തന്നെയാണ്. അപ്പം ഒരു ഇന്റലക്ച്വൽ ആക്ച്വൽ ക്ലൈമറ്റ് എപ്പോഴും സർക്കാരിന്റെ പോളിസികൾ അനുകൂലിച്ചുകൊണ്ട് പറയാൻ തന്നെയായിരിക്കും അവിടെ എപ്പോഴും സാധ്യത ഉണ്ടാവും. അപ്പം അഭിലാഷ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർത്ത് കൊറിയയിൽ ഒരിക്കലും ഒരൊറ്റ എക്സ്പേർട്ട് പോലും കിം ജോങ് ഉന്നിൽ എതിരായിട്ട് സംസാരിക്കില്ല. ബേസിക്കലി അത് ഏത് നമ്മള് സോഷ്യൽ വിഷയങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇത് തന്നെയായിരിക്കും. അപ്പൊ അക്കാഡമിക്സിൽ അതിന്റെ ആ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എക്സ്പേർട്സ് പറഞ്ഞു അല്ലെങ്കിൽ അക്കാഡമിക് കൺസെൻസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ബേസിക് കാര്യം എന്ന് പറഞ്ഞിട്ട് അക്കാഡമിക് കൺസെൻസ് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു സോഷ്യൽ വിഷയത്തിൽ ഒരിക്കലും ഒരു അക്കാഡമിക് കൺസെൻസസ് പറഞ്ഞത് പോസിബിൾ അല്ല. കാരണം എക്സ്ട്രീംലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള വ്യൂസ് പലപ്പോഴും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് ആഴങ്ങളിൽ ഇറങ്ങി വർഷങ്ങളോളം റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പോലും എക്സ്ട്രീംലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒപ്പീനിയൻസ് സോഷ്യൽ സയൻസിൽ ഉണ്ടാവും. അപ്പം അവിടെ എക്സ്പേർട്ടിനെ എടുക്കൂ എന്ന് പറയുമ്പോൾ ബേസിക്കലി ആൾ ചെയ്യുന്നത് നമ്മുടെ ബയാസിനനുസരിച്ചുള്ള വ്യൂസ് പറയുന്ന എക്സ്പേർട്സിനെ മാത്രം എടുത്തിട്ട് അവരാണ് എക്സ്പേർട്സ്, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പറയുന്നവരെല്ലാം എക്സ്പേർട്സ് അല്ല, ഫ്രിഞ്ച് വ്യൂ ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് തള്ളുക എന്നുള്ളതാണ് ഈ ബേസിക്കലി എക്സ്പേർട്സിന് റിലേ ചെയ്യുമെന്ന് പറയുമ്പം പ്രത്യേകിച്ച് സോഷ്യൽ വിഷയങ്ങളിൽ ഇവർ ചെയ്യുന്നത്. അതെ, ഇപ്പൊ ഏത് വിഷയമാണെങ്കിലും ഇപ്പം എക്സ്പെർട്ട് പറഞ്ഞില്ല എന്നുള്ളതല്ല, ഏത് വിഷയത്തിനാണെങ്കിലും അതിനെ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ആ വിഷയത്തിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ കാര്യം പറയുമ്പോൾ, ഓസ്ട്രിയൻ എക്കണോമിക്സ് നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എതിരെ നിൽക്കുന്ന ആൾക്കാർ വാദം മുന്നോട്ട് വെക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ അതിന് പകരം ഇവരെ ഇപ്പൊ മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകളൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല, ഇവരിപ്പോ അല്ലെങ്കിൽ ആം ചെയർ ഫിലോസഫേഴ്സ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞതിനെ തള്ളുന്നതിന് പകരം എന്തൊക്കെയാണ് ഈ വാദത്തിന്റെ പ്രശ്നം, ലോജിക്കലി ഇത് എന്തുകൊണ്ട് ശരിയാകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ മെയിൻ സ്ട്രീമുകൾ അല്ല, മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റിൽ അവർക്ക് അത്ര ഇതില്ല എന്നൊക്കെ പറയുന്നെങ്കിലും, ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല പ്രമുഖ ഈവൻ ചിക്കാഗോ എക്കണോമിസ്റ്റുകളായാലും അല്ല മറ്റു എക്കണോമിസ്റ്റുകളൊക്കെ തന്നെയും വളരെ കാര്യമായിട്ട് തന്നെ ഈ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകളെ ഹേക്കിന്റെയും മീസസിന്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുകയും അവരുടെ ആശയങ്ങൾ പലതും സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ മാത്തമാറ്റിക്കൽ മോഡലിംഗിലേക്ക് ആണ് പോകുന്നതെങ്കിലും പല തിയറിയും അവരിൽ നിന്ന് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹയക്കിന്റെ ഒക്കെ ഒരുപാട് സാന്നിധ്യമൊക്കെ ഈ പല ചിക്കാഗോ എക്കണോമിസ്റ്റുകളിലും കാണാൻ പറ്റും, അല്ലെ? അതെ അതെ, പ്രത്യേകിച്ചും ഇപ്പൊ നമ്മൾ എക്സ്പേർട്സിനെ റിലേ ചെയ്യുന്ന പറയുമ്പം ഈ ഫ്രെഡറിക് ഹയാക്ക് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രിയൻ സ്കൂളിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഇപ്പൊ പുള്ളിക്ക് 1974 നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നോബൽ പ്രൈസ് ലഭിച്ചുകൊണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അല്ല പറയുന്നത്, അങ്ങനെ പറയുന്നത് അപ്പീൽറ്റ് അതോറിറ്റി ഫാലസി തന്നെയാണ്. അപ്പൊ നമ്മൾ അതല്ല പറയുന്നത്. പക്ഷെ നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഫ്രെഡറിക് ഹയാക്ക്. അപ്പം പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ഒരാളുടെ വ്യൂ പോലും അയാളെ പോലെ എക്സ്പേർട്ട് ആയിട്ട് കണക്കാക്കുന്നില്ല. ഇവരെ വ്യൂസിനെ അനുകൂലിക്കുന്ന ആളുകൾ മാത്രം എക്സ്പേർട്സും, അല്ലാതെയുള്ള ആളുകൾ എത്ര എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിലും അവരൊക്കെ കൺവീനിയന്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് എക്സ്പേർട്സിനെ വിശ്വസിക്കുന്നു പറയുക എന്നുള്ളതാണ്
ഈ ഒരു ഫാലസിയിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നത്. ഓക്കെ.